നമ്മൾ ആംബർ പാലസ് അമീർ ഫോർട്ട് ഒക്കെ കണ്ടു. ഇപ്പോൾ ജയഗഡ് ഫോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ആണ് ജയഗഡ് ഫോർട്ട്. അവിടുന്ന് പിന്നെ ഒരു 3 to 4 കിലോമീറ്റർ സംതിങ് ആണ് നഹാഗഡ് ഫോർട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്. 12:30 എൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ചുമന്നിരിക്കുക, അതുപോലെ തണുപ്പ്. ഞാനാണ് ഗ്ലൗസ് വാങ്ങാനും മറന്നു. നമുക്കിനിയും ജാഗഡ് ഫോർട്ടിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ജയ്പൂർ സീരീസിലെ ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇത്. നമ്മളിപ്പോൾ ജാഗഡ് ഫോർട്ടിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെ വഴി നല്ല കിട്ടില്ല വഴിയാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. കോടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ്. നല്ല എയർപിന്നും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് അവിടെ ഒരു ആൺമയിൽ വിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി പോകുമ്പോൾ ഇഷ്ടംപോലെ മയിലിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആൺമയിലാണെങ്കിലും പെൺമയിലാണെങ്കിലും ഇഷ്ടംപോലെ മയിലിനെയൊക്കെ കാണാൻ പറ്റും. നമ്മള് ജാഗഡ് ഫോർട്ടിലെത്തി. ഇവിടെയും ഗൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുരങ്ങുണ്ട്. നോർമൽ കുരങ്ങല്ല, സിംഹവാലൻ കുരങ്ങ്. മറ്റേ മുഖമൊക്കെ കറുത്തിട്ട് വാലൊക്കെ നീണ്ടു കിടക്കുന്ന ആ കുരങ്ങ്. പിന്നെ മയിലിനെ കണ്ടു, തത്തയെ കണ്ടു, ഇനി കുരങ്ങിനെ കണ്ടു. ഇതാണ് ജാഗഡ് ഫോർട്ട്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് ചീൽക്ക ടീല എന്ന് പറയും, ഹിൽസ് ഓഫ് ഈഗിൾ. ആക്ച്വലി ഇത് ആമർ ഫോർട്ടുമായിട്ട്, നമ്മൾ ആദ്യം കണ്ട ഫോർട്ടോ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതിനടിയിൽ കൂടെ ആമർ ഫോർട്ടിലേക്ക് പോകാനായിട്ടുള്ള പാസേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്ന കനോൺ, ഇത് വേൾഡിലെ ഏറ്റവും വലിയ കനോൺ ആണ്. കനോൺ ഓൺ വീൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ആക്ച്വലി ഈ ഒരു കനോൺ ഫയർ ചെയ്യണമെങ്കിലുണ്ടല്ലോ 100 കിലോഗ്രാം ഗൺ പൗഡർ വേണം എന്നാണ് പറയുന്നത്. 50 ടൺ എന്തോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. നമ്മളൊരു പപ്സ് കഴിച്ച് 3G ആയിട്ട് ഇവിടെ വന്നു. ചെറിയൊരു പനിക്കോട് പോലുണ്ട്, ജലദോഷം പോലുണ്ട്. അപ്പം മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിക്കാന്ന് വെച്ചാൽ 3G. ഈ ചായക്ക് 30 രൂപ, ഈ ചായക്ക് 20 രൂപ. ഇവിടെ താലിയുടെ റേറ്റ് 390 പറയുന്നത്. ദാൽമാട്ടി ചൂർമയിൽ 2 ബാട്ടി ചൂർമ, ദാല്, പിന്നെന്തോ കട്ടയുടെ സബ്ജി അങ്ങനെ എന്തോ. പിന്നെ പഞ്ചാബി താലി ഉണ്ട്, അതിനകത്ത് ലച്ച പറാട്ട, ജീറ റൈസ്, അത് എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. പനീർ, തേങ്ങ, മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് 390. ഏതോ ഒന്നിന് 290, ബാക്കിയെല്ലാം 390. ഇത് താലിയുടെ റേറ്റ്. സ്പെഷ്യൽ താലി, നോർമൽ താലി, രാജസ്ഥാനി താലി. അപ്പോൾ നമ്മളൊന്നും തീരുമാനിച്ചാൽ നമ്മളെ തിന്നുന്നില്ല. ഈ സാധനം പുല്ലടാണ്, പുല്ലടിനകത്ത് ചായ ഒഴിച്ച് തരുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്സാണ്. നോക്കട്ടെ. നൈസ്. എനിക്ക് ഇങ്ങനെ ചായ ഇഷ്ടപ്പെടാത്തതാണ്. എനിക്ക് നോർമലി അങ്ങനെ ഞാൻ ചായ കുടിക്കാറില്ല. ഏലക്ക ഇട്ട ചായ വല്ലപ്പോഴും ആണ്ടിലും ചങ്ങനാതിക്കും മാത്രം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് വെരി നൈസ്, നല്ല ചായ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം നഹാഗഡ് ഫോർട്ടിൽ പോകാൻ പറ്റില്ല. മഴയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പോകും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കാരണം അത് ഏറ്റവും മണ്ടയ്ക്കായതുകൊണ്ട് തന്നെ അവിടെ മിന്നലടിക്കാറുണ്ട്. അങ്ങനെ മിന്നലടിച്ച് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും പറയുന്നോട്ട് നമുക്ക് റിസ്ക് സാപ്പിടുന്ന മാതിരി അല്ലാത്തതുകൊണ്ട് നാളെ പോകണില്ല. നമ്മൾ നാളെ രാവിലത്തെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നാളെ രാവിലെ ഹവാമഹൽ പോകാനായിട്ടായിരുന്നു. സോ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഇന്ന് ഹവാമഹൽ പോയിട്ട് നാളെ നഹാഗഡ് പോകാനായിട്ടാണ് പ്ലാൻ. നോക്കാം, ചിലപ്പോൾ പോയിന്ന് വരും, ചിലപ്പോൾ പോയില്ലാന്ന് വരും. ഓൾറെഡി 2 ഫോട്ടോ ഉണ്ട് ഞാൻ എടുത്തു. ഈ ഒരു ഫോട്ടോ എടുത്താനുള്ള ശേഷിയില്ല. ഗൈസ്, നമ്മൾ നഹാഗഡ് ഫോർട്ടിൽ വരുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത്. കാരണം മഴ, മിന്നൽ, നമുക്ക് റിസ്ക് സാപ്പിടുന്ന മാതിരി അല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ റിസ്ക് സാപ്പിടുന്ന മാതിരി ആക്കി. നമ്മൾ വന്നു. വരുന്ന വഴിയിൽ മൊത്തം നനഞ്ഞു കുളിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്തായാലും വേസ്റ്റ് ആയി പോയില്ല കേട്ടോ. കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടിലൻ സ്ഥലം. എനിക്ക് ആദ്യം കണ്ട 2 ഫോർട്ടിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. മലയുടെ മണ്ടയിൽ തണുപ്പ്, അതിന്റെ കൂട്ടത്തിൽ വ്യൂ. ഇവിടുത്തെ വ്യൂ എൻ്റെ മോനെ ആസ്വദിക്കേണ്ട വ്യൂ തന്നെയാണ്. ആക്ച്വലി ഈ നഹാഗഡ് ഫോർട്ട് ബിൽഡ് ചെയ്തേക്കുന്നുണ്ടല്ലോ, അത് രാജാവിന് ഹണ്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ ഫോർട്ടിനകത്ത് നല്ല കിഡിലൻ പെയിന്റിങ്സ് ഉണ്ട്. വെജിറ്റബിൾസിന്റെ കളറും മരത്തിന്റെ ഇലകളുടെ ഒക്കെ കളർ വെച്ചിട്ടാണ് അവർ പെയിന്റ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്.
വ്യൂ എൻ്റെ മോനെ ഞാൻ മുമ്പേ പറഞ്ഞത് തൊട്ട് തന്നെ അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഫോർട്ടാണ് ജയ്പൂരിൽ ഏറ്റവും മണ്ടയ്ക്ക് നിൽക്കുന്ന ഫോർട്ട് നഹാർഗഡ് ഫോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മഴയത്ത് ഭയങ്കര റിസ്ക്കിയാണ്. മിന്നലടിക്കാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഒരുപാട് പേര് മിന്നലടിച്ച് മരിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ ലോക്കൽസ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടായിരുന്നു നമ്മൾ ആദ്യം വരുന്നില്ല എന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ വന്നു. ഈ ഒരു ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജയ്പൂർ പകുതിയോളം നമുക്ക് കാണാൻ പറ്റും. ജയ്പൂർ വരുവാണെങ്കിൽ വേറെ ഏത് ഫോർട്ടിൽ പോയില്ലെങ്കിലും, അല്ല ആംബർ ഫോർട്ടിൽ പോകണം, ജഗത് ഫോർട്ടിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ അധികം ഒന്നുമില്ല. ബട്ട് ഈ ഫോർട്ടിൽ വരണം. ഇവിടെ ഇന്നിപ്പോൾ സൺ ഇല്ലാത്തതുകൊണ്ടാണ്. സൂര്യൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ. ഇവിടുത്തെ സൺസെറ്റ് വർത്തിട്ടായിരിക്കും. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും സൺസെറ്റ് കൂടിയായിരിക്കും. നമ്മളിവിടുന്ന് പോവാട്ടോ, തണുപ്പ് തീരെ സഹിക്കാൻ വയ്യ. അപ്പം നമ്മളിവിടുന്ന് പോവാണ്. ഇനി റൂമിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി, കാരണം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. പനി പിടിച്ചാൽ പണി പാളും. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് വൈകിട്ട് ഷോപ്പിങ്ങിനോ എന്തെങ്കിലും പുറത്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങാം. അപ്പോൾ ബൈ ബൈ. നമ്മൾ അടുത്തൊരു റിസ്കിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. തിരിച്ചു വരുന്നൊരു അഡ്വഞ്ചറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവരുള്ള ചേട്ടന്മാർ പറയും 1 കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾ താഴെ എത്തും, നന്നായിട്ട് താഴെ എത്തും. നമ്മൾ കയറി വന്ന വഴിയല്ല ഗൈസ് തിരിച്ചിറങ്ങിയത്. എൻ്റെ മോനെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കുത്തനെയുള്ള ചെറിയൊരു വഴി കൂടെ നമ്മൾ ഇറങ്ങി വന്നു ഗൈസ്. അയ്യോ, ഓ മലയുടെ മണ്ടേ, ഈ മലയുടെ മണ്ടേന്നാണ് ഈ കുത്തനെ ഇറങ്ങി വന്നേക്കുന്നത്. ഇതിലും എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുമാതിരി റോളർ കോസ്റ്ററിൽ പോയൊരവസ്ഥയായിരുന്നു. നമ്മൾ റൂമിൽ വന്നു, ഡ്രസ്സ് മാറി, ഇപ്പം ചുമ്മാ ഷോപ്പിങ്ങിനായിട്ട് പോവാൻ. എൻ്റെ കൊലം കണ്ട അതുപോലെ തണുപ്പം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഹവാമഹലിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ബാപ്പു ബസാർ, ജോഹറി ബസാർ അങ്ങനെ എന്തൊക്കെ ബസാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ടാണ് പ്ലാൻ. അതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ ആൻറ്റിയോടുകൂടെ ചോദിക്കാം ബെസ്റ്റ് എവിടെയാണ് എന്ന്, എന്നിട്ട് നമുക്ക് പോവാം. ആൻറ്റി ജി തീർന്നു. പുള്ളിക്കാരോട് ചോദിക്കാൻ പറ്റില്ല, പുള്ളിക്കാരി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല, കാറൊക്കെ എടുത്ത് എവിടെയോ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ പോവാം, എന്ത് തേങ്ങയിലും ആട്ട്. നമ്മൾ ബാപ്പു ബസാറിൽ വന്നു. ഫസ്റ്റ് തിങ് പാനിപൂരി ട്രൈ ചെയ്യാം. ഇതുപോലെ കണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബാബു ബസാറിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. പക്ഷെ വെറുതെയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലാണ് ഇതിലും വിലക്കുറവെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ വിലക്കുറവ്, അങ്ങനെ ഷോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും. എനിക്കൊരു ഗ്ലൗസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് അമ്മയ്ക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഭയങ്കര റേറ്റ് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം എക്സ്പെൻസീവ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു റേറ്റ് അല്ലെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ കൂടുതൽ എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഒന്നും വാങ്ങാതാണ് ഞാൻ തിരിച്ച് വന്നത്. ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ ഇതേ റൂമിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കുളിച്ചയാണ്, നല്ല ചൂട് കുളിച്ച. തണുപ്പ് വെച്ചിട്ട് ഒരു ഇത് ചോലെ, നമ്മുടെ ചോലെ ഭട്ടൂരയുടെ ചോലെ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കടലക്കറി. ഇത് നല്ല ചൂട് ജിലേബിയായിരുന്നു. അത് വടാപ്പാവുണ്ട്, വടാപ്പാവിൻ്റെ ചട്നി അതാ വരുന്നോട്ടെ. ഇപ്പം ഇത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ കുഴപ്പമില്ല. 40 രൂപ. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. അടുത്തത് വടാപ്പം. ഇത് നൈസ്. അവധിയാണോ എന്നോന്നറിയില്ല, ഇവിടെ എങ്ങും ഒരു റെസ്റ്റോറൻറ്റോ ഒന്നും കാണുന്നില്ല. ഒരുപാട് നടന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. അതാ ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിയത് മോസ്റ്റ് ഓഫ് എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. ഇനി അവധിയാണോ എന്താണെന്നോ അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ കുറച്ച് ദൂരെ പോകണം, 5-6 കിലോമീറ്റർ ദൂരെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.